LG കായം ഇപ്പോൾ 20% മോർ കായം എന്നാൽ കൂടുതൽ രുചിയും കൂടുതൽ മൂല്യവും. വേണ്ട മാഡം, ഞാൻ ശരിയാക്കിക്കോളാം. എന്തിനാ? ഇവിടെ അടുത്ത് ഷോപ്പ് ഉണ്ടല്ലോ. അല്ല, ഇന്നലെ പാർട്ടി നന്നായിട്ട് നടന്നോ? ദേവിക താമസിച്ചു ചെന്നതിന് അവിടെ വിഷമായോ? സാരമില്ല മാഡം. എന്താ ദേവിക? ദേവിക വഴക്ക് പറഞ്ഞോ? ഏയ്, എന്താ ദേവിക? ചെറിയ ഇഷ്യൂ ആയി മാഡം. ബന്ധുക്കളൊക്കെ വന്നിട്ട് ഞാൻ കാരണം അത്രയും സമയം കാത്തു നിൽക്കേണ്ടി വന്ന ആർക്കായാലും ദേഷ്യം വരും. പിന്നെ ത്യാഗരാജൻ വന്നിട്ട് ഓരോരോ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കി. ത്യാഗരാജൻ എന്ത് കുഴപ്പമുണ്ടാക്കിയേ? പോട്ടെ മാഡം, അതൊക്കെ കഴിഞ്ഞു. സത്യം പറഞ്ഞ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. സോറി ദേവിക. സാരില്ല മാഡം. ഇന്നലെ രാവിലെ ദേവിക നന്ദനെ കുറിച്ച് ഒരുപാട് പുകഴ്ത്തി സംസാരിച്ചിരുന്നു. പക്ഷെ കാര്യങ്ങള് ഞാൻ കാരണം. അല്ല മാഡം, മാഡം വിഷമിക്കണ്ട. ഗുഡ് മോർണിംഗ് മാഡം. നീ എന്താ ലേറ്റ് ആയേ? ബസ് കിട്ടിയില്ല മാഡം, പിന്നെ മഴയും. നിന്റെ സൗകര്യത്തിനല്ല ഇവിടെ ജോലിക്ക് വരേണ്ടത്. 7 മണിക്ക് മുമ്പേ എത്തണമെന്ന് പറഞ്ഞിട്ടില്ലേ നിന്റെ അടുത്ത്? ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം മാഡം. നീ കാരണം എന്തൊക്കെ കുഴപ്പങ്ങളാ ഉണ്ടായെന്നറിയോ? എന്തു പറ്റി മാഡം? ഞാൻ പറഞ്ഞിട്ടില്ലേ ദേവികയ്ക്ക് പതിവ് സമയത്ത് പോകാം, പക്ഷെ നീ രാത്രി ഞാൻ തിരിച്ചു വരുന്നവരിവിടെ നിൽക്കണമെന്ന്. എന്റെ മാഡം, ഞാൻ മാഡത്തെ വിളിച്ച് പറഞ്ഞതല്ലേ ഞാൻ ഭക്ഷണം കൊടുത്തിട്ട് ഋഷി കഴിക്കുന്നില്ലെന്ന്. പിന്നെ ഞാൻ മരുന്ന് കൊടുത്ത കുടിക്കത്തുമില്ല. എല്ലാത്തിനും ലീവ് മതി. ഞാൻ പിന്നെ നിന്നിട്ട് എന്ത് കാര്യം മാഡം? ഋഷിക്കാണെങ്കിൽ പിന്നെ ലീയെ കാണാതിരിക്കാൻ വയ്യ. എല്ലാം കാണിച്ചു വെച്ചിട്ട് നിന്ന് ന്യായം പറയുന്നോ? ഇന്നലെ ദേവികയുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. രാത്രി വരെ ദേവിക ഇവിടെ നിന്നിട്ട് ആ ചടങ്ങ് കുഴപ്പത്തിലായി. മാഡം ഞാനിവിടെ. ഏയ്, മിണ്ടി പോരുത്. പോ അകത്തെ. നിക്കേ. ദേവികയുടെ ഫോണ് ചീത്തയായി. പുറത്തു പോകുമ്പോ മൊബൈൽ ഷോപ്പിൽ കൊടുത്തിട്ട് നന്നാക്കി കൊണ്ടുവരണം. ശരി മാഡം. സോറി ദേവിക. അടുത്ത വെഡിങ് ആനിവേഴ്സറി നമുക്ക് ഗംഭീരമായിട്ട് ആഘോഷിക്കാം. ചെല്ല്. എന്നാ ശരി. എന്തുപറ്റി? സംഗതി അത് കൊളമാവുന്ന തോന്നുന്നു. കാര്യങ്ങൾ എന്തായെന്ന് അറിയാൻ വേണ്ടി ഞാൻ നന്ദനെ വിളിച്ചു. അത് വേണ്ടായിരുന്നല്ലോ. ഇതൊരിക്കലും ഒരു ഇഷ്യൂ ആണെന്ന് തോന്നൽ വരുത്താൻ പാടില്ല. പക്ഷെ ഗിരി, ഒരു ചെറിയ ഇഷ്യൂ ആയി കഴിഞ്ഞൊന്നൊരു സംശയമുണ്ട്. എന്തുപറ്റി? ദേവികയുടെ ജോലിക്ക് പോണ്ടെന്ന് നന്ദൻ പറഞ്ഞു. നന്ദൻ വീട്ടിലാണോ? വീട്ടിലല്ല, പുറത്താ. അവൻ ജോലിക്ക് പോയതാണോന്നൊന്നും പറഞ്ഞില്ല. അവന്റെ ശബ്ദം അത്ര സന്തോഷമുള്ളതായിരുന്നില്ല. ദേവിക കുറച്ചു ദിവസം വീട്ടിൽ നിൽക്കുമ്പോഴേക്കും കാര്യങ്ങളൊക്കെ ശരിയായിക്കോളും. അതിന് ദേവിക ജോലിക്ക് പോയില്ലേ? അത് പ്രശ്നമാവുമല്ലോ.
നന്ദനെ വിളിച്ചിട്ട് കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ വീട്ടിൽ വിളിച്ചു. അപ്പോഴാ അറിഞ്ഞത് ദേവിക ഓഫീസിലാന്ന്. ദേവിക അങ്ങനെ ചെയ്യുന്നതല്ലോ. ഒരാളുടെ അഭിപ്രായം മറ്റേയാളും പരിഗണിക്കേണ്ടതല്ലേ? ഓഫീസിൽ പ്രധാനപ്പെട്ട വർക്കുണ്ടെന്നും പോയേ പറ്റുള്ളൂന്നും പറഞ്ഞ് അമ്മയുടെ അച്ഛന്റെ അനുവാദം വാങ്ങിച്ച് ദേവിക പോയി. ഛേ, ദേവികയ്ക്കൊരു വിഷമം ഉണ്ടെങ്കിലും കുറ്റബോധം തോന്നിയില്ല. ദേവികയ്ക്ക് കുറ്റബോധം തോന്നേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ അവരൊറ്റ അഭിപ്രായത്തിൽ മുന്നോട്ട് പോയിരുന്നവരല്ലേ? ഒരു വലിയ പ്രശ്നം കഴിഞ്ഞ് അച്ഛൻ ജയിലിൽ നിന്ന് തിരിച്ചു വന്നു. കുടുംബത്തിലെ സന്തോഷവും സമാധാനവും തിരിച്ചു വന്നു തുടങ്ങുന്നു. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഒരു വേദന ഉണ്ടാക്കുന്ന ഇഷ്യൂ ആയിപ്പോയി. എത്ര വലിയ അത്യാവശ്യമായാലും ശരി, ദേവിക ഇന്ന് പോകരുതായിരുന്നു. ഗിരി എന്ത് പറയുന്നു? വേണമെങ്കിൽ പോകാതിരിക്കാമായിരുന്നു തന്നെ എന്റെ അഭിപ്രായം. പക്ഷേ ദേവിക ഒരിക്കലും വാശി കാണിക്കുന്ന കുട്ടിയല്ല. ദേവിക ഇന്ന് പോയെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവും. എന്ത് കാരണമായിരുന്നാലും ശരി, ഇന്ന് പോകാൻ പാടില്ലായിരുന്നു. ഇന്നലെ ഫംഗ്ഷൻ ഇല്ലാതായത് അറിഞ്ഞോ അറിയാതെ അവള് കാരണമല്ലേ? അത് മനസ്സിലാക്കണ്ടേ? അതിന്റെ ഒരു ദേഷ്യവും സങ്കടവും എല്ലാവർക്കും 2-3 ദിവസത്തേക്ക് കാണുമെന്ന് മനസ്സിലാക്കണ്ടേ? ഇതിപ്പോ അരിയും തിന്ന് ആശയിച്ചു. ദേവിക ഇന്ന് ഓഫീസിൽ പോകരുതായിരുന്നു. അത് പറഞ്ഞു കഴിഞ്ഞല്ലോ, പോകരുതായിരുന്നു. പക്ഷെ പോയി. വരട്ടെ, എന്താ അടുത്ത് ഉണ്ടാവുന്ന നോക്കാം. ഇതുവരെ ഉണ്ടായതിനേക്കാൾ വലിയ കുഴപ്പങ്ങൾ ചന്ദ്രോത്ത് ഉണ്ടാവാൻ പോകണമെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് മാഡം. എന്താ രാവിലെ തന്നെ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വന്നാണോ? അല്ലല്ല, തികച്ചും പേഴ്സണലാ. വരൂ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. വേണ്ട സർ, അധികം സമയമില്ല. ഓഫീസിലേക്ക് പോകുന്ന വഴിയാ. സാറിനെ ജസ്റ്റ് ഒന്ന് കണ്ടേക്കാമെന്ന് കരുതി കയറിയതാ. സത്യം പറഞ്ഞ മാഡത്തിനോടുള്ള നന്ദിയും കടപ്പാടും ജീവിതാവസാനം വരെ ഉണ്ടാവും. ആ സമയത്ത് ത്യാഗരാജനെ പിടികൂടില്ലായിരുന്നെങ്കിൽ ഇന്നലെ മാഡം പറഞ്ഞ പോലെ ഈ ചന്ദ്രോത്ത് ഞങ്ങളൊക്കെ മണ്ണും ചാരമൊക്കെ ആയി മാറിയനെ. ത്യാഗരാജനെ പോലുള്ളവരെയൊക്കെ പിടികൂടുക, ശിക്ഷിക്കുക എന്നൊക്കെ പറയുന്നത് ഞങ്ങളുടെ ഡ്യൂട്ടി അല്ലേ സർ? ആ സമയത്ത് അവൻ എന്റെ മുന്നിൽ എത്തിച്ചത് വിധിയാ. നിങ്ങൾക്ക് അപകടം സംഭവിക്കാൻ പാടില്ല എന്ന് വിധി ഉണ്ടായിരിക്കും. ത്യാഗരാജനെ കോടതിയിൽ ഹാജരാക്കി ജയിലിൽ അടച്ചിട്ടുണ്ടാവും അല്ലേ മാഡം? മാഡത്തെ പോലെ ഒരാളാണ് ത്യാഗരാജനെ അറസ്റ്റ് ചെയ്തു എന്നുള്ളത് വലിയൊരു ആശ്വാസമാണ്. കൃത്യമായ ശിക്ഷ വാങ്ങിക്കൊടുക്കുമെന്ന് ഉറപ്പായല്ലോ. മാഡത്തെ പുകഴ്ത്തുകയല്ല, മാഡത്തെ പോലെ ആത്മാർത്ഥതയുള്ള കുറെ ഉദ്യോഗസ്ഥർ വന്നാൽ ഈ നാട്ടിൽ ഒരു ക്രിമിനലും ബാക്കിയുണ്ടാവില്ല. ഇവിടെ ക്രിമിനലുകൾ ഉണ്ടാവാതിരിക്കണമെങ്കിലേ നല്ല പോലീസിന് മുകളില് ആദ്യം വേണ്ടത് നല്ല രാഷ്ട്രീയക്കാരാ. അതെ സർ, എന്റെ ഡിപ്പാർട്ട്മെന്റ് അല്ല, സാറിന്റെ ഡിപ്പാർട്ട്മെന്റാ കൂടുതൽ നന്നാവേണ്ടത്. ഭരണഘടനയല്ല, ഭരിക്കുന്നവരെയാ പലപ്പോഴും പോലീസിന് അനുസരിക്കേണ്ടി വരുന്നത്. അത് മാഡം പറയുന്നത് നേരാ. പക്ഷേ രാഷ്ട്രീയക്കാർക്കും മാഡത്തെ തൊടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണല്ലോ ത്യാഗരാജൻ ജയിലിലായത്. ത്യാഗരാജൻ എവിടെയായെന്ന്? ജയിലില്. അയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത് കാണുമല്ലോ. ത്യാഗരാജൻ ജയിലിലോ? അവൻ അവന്റെ വീട്ടിലുണ്ട് മാഡം. മാഡം എന്താ ഈ പറയുന്നേ? ത്യാഗരാജൻ വീട്ടിലാണെന്നോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതിൽ മനസ്സിലാക്കാൻ എന്തിരിക്കുന്നു സർ? മുകളിലുള്ളവർ പറയും, താഴെയുള്ളവർ അനുസരിക്കും. ഫസ്റ്റ് ഒബേ ദെൻ ക്വസ്റ്റ്യൻ, അങ്ങനെയാണല്ലോ. പോലീസിൽ പക്ഷേ ഒബേ മാത്രമേ ഉള്ളൂ,
ചോദ്യം ചെയ്യാൻ വകുപ്പില്ല. ജയിലിടിഞ്ഞാലും പുറത്തു വരാൻ പാടില്ലെന്ന് കണക്ക് കൂട്ടി തന്നെയാ അവനെ കൊണ്ടുപോയത്. പക്ഷെ ഓഫീസ് എത്തിയില്ല. അതിനു മുമ്പേ ആദ്യത്തെ വിളി വന്നു. വിളിച്ചതാരാണെന്നറിയോ? സാറിന്റെ പാർട്ടിയിലെ ഒരു കൂടിയ മന്ത്രി. ആളിനെ തൽക്കാലം ഞാൻ പറയുന്നില്ല. സാറിന്റെ കുടുംബത്തെ തകർക്കാൻ വന്നവനാണ് ത്യാഗരാജനെന്ന് മന്ത്രിക്കറിയാം. പക്ഷേ എന്നിട്ടും വിളിച്ചു. ആദ്യം ഞാൻ ഷാർപ്പായി പ്രതികരിച്ചു. സ്റ്റേഷനിലേക്ക് കൈമാറി. FIR ഇടാൻ നിർബന്ധിച്ചു. പക്ഷേ പിന്നീട് ഫോണുകൾക്കൊന്നും വിശ്രമം കിട്ടിയില്ല. ഓഫീസിലും സ്റ്റേഷനിലും ജനം വെറുക്കുന്ന ഒരു ക്രിമിനൽ രാഷ്ട്രീയക്കാർക്ക് എന്തുമാത്രം വേണ്ടപ്പെട്ടവനാണെന്ന് ഇത്തരം സാഹചര്യത്തിലാ അറിയുന്നത്. ഒടുവിൽ എന്തു പറ്റി മാഡം? എന്തു പറ്റാൻ? അവനെ വിട്ടു. ചെറുത്തു നിൽക്കുന്നതിനൊരു പരിധി ഉണ്ടല്ലോ മാഡം. നമ്മള് വീണു പോകുന്നു തോന്നുമ്പോ പിന്നെ എന്ത് ചെയ്യാനാ? രാഷ്ട്രീയത്തിൽ നിന്ന് മാത്രമല്ല, ഞങ്ങളുടെ മുകളിലുള്ളവരും വിളിച്ചു. ഭാഗ്യം അവനെ വീട്ടിൽ കൊണ്ടാക്കി സല്യൂട്ട് കൊടുക്കണമെന്ന് പറഞ്ഞില്ല. സാറിന് എന്നോട് പുച്ഛം തോന്നുന്നുണ്ടാവും അല്ലേ? പക്ഷേ എനിക്ക് നേരെ തിരിച്ചാ. സാറിനെ പോലെ ഉള്ളവർക്ക് പോലും രാഷ്ട്രീയ ഇടപെടലുകൾ ഇല്ലാതാക്കാൻ പറ്റുന്നില്ലല്ലോ. സാറ് നല്ലൊരു രാഷ്ട്രീയക്കാരനാ. പക്ഷേ ഒരു കാര്യമില്ല. സാറിന്റെ കൂടെ നിൽക്കുന്നവര് അഴിമതിക്കാരാവുമ്പോ സാറ് മാത്രം നന്നായിട്ട് എന്ത് ചെയ്യാനാ? അതുപോലെ തന്നെയാ എന്റെ കാര്യവും. ഞാൻ മാത്രം നന്നായിട്ട് എന്ത് ചെയ്യാനാ? തൊപ്പി അഴിച്ചു വെച്ച് വീട്ടിൽ പോവാൻ തോന്നിയിട്ടുണ്ട് പല പ്രാവശ്യം. പക്ഷേ എന്നെങ്കിലും ഒരിക്കൽ എല്ലാം നന്നാവൂന്നുള്ള പ്രതീക്ഷയില് മുന്നോട്ട് പോവുക. പിന്നെ ജീവിക്കാൻ വേണ്ടേ സാർ? ഞാനിപ്പോ വന്നത് നേരിട്ടൊരു കാര്യം അറിയിക്കാനാ. ത്യാഗരാജനെ സൂക്ഷിക്കണം. ഇന്നലെ അവനെ കാര്യമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു പക ഉള്ളിലുണ്ടാവും. തീർക്കുന്നത് നിങ്ങളോടാവും. സാറിന് പ്രൊട്ടക്ഷൻ വേണമെങ്കിലേ ഒരു റിക്വസ്റ്റ് തന്നാ മതി. പ്രൊട്ടക്ഷൻ ഒന്നും വേണ്ട മാഡം. മാഡം പേടിക്കണ്ട. എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചോളൂ. ഞാൻ വേണ്ടത് ചെയ്യാം. ഇറക്കാൻ ആള് വരുമെങ്കിലും അറസ്റ്റ് ചെയ്യേണ്ടവരെ അറസ്റ്റ് ചെയ്യാലോ. കാര്യങ്ങൾ എന്നെ അറിയിച്ചുകൊണ്ടിരുന്നാ മതി. ഓക്കെ? ഓക്കെ സാർ, കാണാം. ശരി. പിന്നെ എന്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റ് പറയട്ടെ. കഴിയുമെങ്കിൽ ബൈ ഇലക്ഷന് സാറ് തന്നെ മത്സരിക്കണം. മന്ത്രിയാവുമെങ്കിൽ ആഭ്യന്തര വകുപ്പ് തന്നെ ഏറ്റെടുക്കണം. ഇപ്പൊ സാറ് വിചാരിച്ച അതിന് പറ്റും. സ്വന്തം സുഖത്തിനല്ല, നാട്ടുകാരുടെ നന്മയ്ക്ക് വേണ്ടി ഒന്ന് ശ്രമിക്കണം സാർ, പ്ലീസ്. ഒരു തരത്തിലും നമുക്ക് സന്തോഷം വിധിച്ചിട്ടില്ലല്ലോ സിദ്ധു. ഏത് മന്ത്രി അവന് വേണ്ടി ഇടപെട്ടത്? ഏത് മന്ത്രിയാണെന്ന് അറിഞ്ഞിട്ട് നമുക്കെന്ത് കാര്യം? IPS കാരി പറഞ്ഞത് സത്യം. രാഷ്ട്രീയ വനവാസത്തിന് പോകേണ്ട സമയം ഇതല്ലെന്ന് ഇപ്പൊ ബോധ്യമായി. മത്സരിക്കണം. MLA യും മന്ത്രിയാവണം.
എന്താ ദേവിക? ഞാൻ ചോദിക്കുന്നതുകൊണ്ട് എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. എന്റെ ജോലി ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. മാഡം പറഞ്ഞില്ല, പക്ഷേ ജിൻസിയുടെ പെരുമാറ്റം അങ്ങനെയല്ല. എന്താ കാര്യം അത് പറ. ഋഷിക്ക് ഭക്ഷണം എടുത്തു വെച്ചു കൊണ്ടു കൊടുക്കുമെന്ന് പറഞ്ഞ് എന്നോട് ദേഷ്യപ്പെടുക. ദേവിക്ക് ബുദ്ധിമുട്ടായല്ലേ? അല്ല മാഡം, ജിൻസിയുടെ എന്തോ അവകാശങ്ങളൊക്കെ ഞാൻ തട്ടിയെടുത്ത പോലെ സംസാരം. മെഡിസിനും ഭക്ഷണവും ഒക്കെ ഞാൻ കൊടുത്താൽ മതിയെന്നും പറഞ്ഞ് എന്നോട് വഴക്കിന് വരുന്നു. ജിൻസി പറഞ്ഞത് സത്യമല്ലേ? അവള് ഭക്ഷണം കൊടുക്കുന്നത് ഋഷിക്ക് ഇപ്പൊ ഇഷ്ടമല്ല. എന്റെ മോനല്ലേ ഞാൻ ജന്മം കൊടുത്ത കുട്ടി. അവന് വേണ്ടി ഞാൻ എന്റെ രീതികൾ മാറ്റാം. ആരും ബുദ്ധിമുട്ടണ്ട. അവന്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. മാഡം, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. എനിക്ക് മനസ്സിലായി. ഇത്രയും നാളും ജിൻസി ചെയ്തിരുന്ന ജോലി അവക്ക് ചെയ്യാൻ പറ്റാത്തത് ഋഷിയിലുള്ള മാറ്റം തന്നെയാണ്. അവളെ കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ. ദേവിയെ കൊണ്ട് ഹോം നഴ്സിന്റെ ജോലി ചെയ്യിക്കാന്ന് ദേവിയേക്കും തോന്നരുതല്ലോ. എന്റെ മകന്റെ കാര്യം ഞാൻ ചെയ്തോളാം. വേണ്ട മാഡം, ഇങ്ങനെ പറയല്ലേ. ഋഷിക്ക് ഞാൻ ഭക്ഷണം കൊടുത്തോളാം. അതിലൊട്ടും വിഷമം ഇല്ലെങ്കിൽ ദേവി കൊടുത്തോളും. വിഷമം മറ്റൊന്നും കൊണ്ടല്ല മാഡം. നന്ദുവിനോട് ഋഷിയെക്കുറിച്ച് എല്ലാം തുറന്നു പറഞ്ഞാലോ എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. ഞാനിങ്ങനെ ഋഷിയെ പരിചരിക്കുമ്പോ നന്ദു അറിയണ്ടേ? അതെന്താ ദേവിക അങ്ങനെ പറയുന്നേ? ഋഷിക്ക് ആഹാരം കൊടുക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണ്ട. അവന് ദേവികയെ വലിയ കാര്യ. മോന്റെ സന്തോഷം കാണുമ്പോ എനിക്കൊരു സമാധാനം കിട്ടും. അതല്ല മാഡം, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇടയ്ക്ക് ഞാൻ ആലോചിക്കും, ഇവിടെ ഒരാളെ നോക്കുന്നതൊക്കെ നന്ദുവിനോട് പറയണ്ടേന്ന്. ഞാനെന്തോ തെറ്റ് ചെയ്യുന്ന പോലെയൊക്കെ ചിന്ത വരും ഇടയ്ക്ക്. അതെന്താ ദേവിക്ക് അങ്ങനെ തോന്നാൻ? അല്ല, നന്ദുവിനോടല്ലാതെ പുറത്ത് മറ്റൊരാളോടും ഞാൻ അറ്റാച്ച്മെന്റ് ഒന്നും കാണിച്ചിട്ടില്ല. നന്ദുവിന്റെ കാഴ്ചപ്പാടില് ഋഷി എനിക്ക് ഒരു ബന്ധമില്ലാത്ത ആളല്ലേ. ഞാൻ നന്ദുവിനോട് ഋഷിയെ പറ്റി പറഞ്ഞ നന്ദുവിനത് മനസ്സിലാവും. ഞാനത് പറഞ്ഞോട്ടെ? വേണ്ട. ഋഷിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഈ വീട്ടിനുള്ളിൽ മാത്രം ഒതുങ്ങിയിരിക്കണം. അതെനിക്ക് നിർബന്ധം. എന്റെ മകൻ ജീവിതമായിട്ട് മത്സരിക്കുകയാണെന്നും ഇരുട്ടത്ത് കഴിയുവാണെന്നും ആരും അറിയരുത്. ദേവിക എന്നോട് സത്യം ചെയ്തിട്ടുള്ളതാണ്. ശരി മാഡം, ഞാൻ പറയില്ല. ഋഷിക്ക് ഭക്ഷണം കൊടുക്കേണ്ട സമയേ. ആ സിദ്ധാർത്ഥ. ആ, മിനിസ്റ്റർ തിരക്കിലാണോ? ഇല്ലല്ല, പറയണം. അല്ല, ഞാൻ സ്റ്റേറ്റ് പ്രസിഡന്റിനോട് സംസാരിച്ചിരുന്നു. എന്റെ കുടുംബവും നാട്ടുകാരും എന്നെ വല്ലാതെ നിർബന്ധിക്കുന്നു വീണ്ടും മത്സരിക്കാൻ. ഇന്നലെ ജില്ലാ പ്രസിഡന്റ് ചന്ദ്രമോഹൻ ഒരു നിർദ്ദേശം വച്ചു. മണ്ഡലം തോറും കുടുംബസംഗമം സംഘടിപ്പിക്കണമെന്ന്. തെരഞ്ഞെടുപ്പിന് മുമ്പ് പാർട്ടിക്ക് ഗുണമുണ്ടാവുന്ന ഒരു ആശയമായിട്ടാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. പിന്നീട് അതേക്കുറിച്ച് ആലോചിച്ചപ്പോൾ വളരെ നല്ലൊരു ആശയമായിട്ട് എനിക്കും തോന്നി. സാമൂഹിക പ്രശ്നങ്ങൾ നമുക്ക് ഓരോ വ്യക്തികളോടും കുടുംബത്തോടും നേരിട്ട് സംസാരിക്കാം. അവരുടെ പ്രശ്നങ്ങൾ നമുക്ക് നേരിട്ട് അറിയാനും പറ്റും. അവരുടെ സന്തോഷവും സങ്കടവും മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ദിവസം തന്നെ നമുക്ക് അതിന്റെ പ്രചാരണം തുടങ്ങാമെന്ന് കരുതുന്നു. ഞാൻ തന്നെ നേതൃത്വം കൊടുക്കാം. അതില് പെട്ടെന്നൊരു തീരുമാനം വേണ്ട.
ഞാനൊന്ന് പാർട്ടി പ്രസിഡന്റിനോട് ആലോചിക്കട്ടെ. LG കായം ഇപ്പോൾ 20% മോർ കായം എന്നാൽ കൂടുതൽ രുചിയും കൂടുതൽ മൂല്യവും.